ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് എനിക്ക് എൻ്റെ ഒരു കൊളീഗ് ഗിഫ്റ്റ് തന്ന ബാഗാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഗ്രീൻ കളർ ബാഗ് ഇഷ്ടമാണ്, ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ അവർ ഓൺലൈൻ ഓർഡർ ചെയ്ത സമയത്ത് എനിക്കിവിടെ ഓർഡർ ചെയ്ത് കിട്ടിയ ഒരു ബാഗാണ്. നമുക്ക് എത്ര ബാഗ് ഉണ്ടെങ്കിലും നമുക്കൊരാൾ ഒരു സാധനം നമുക്ക് വാങ്ങിച്ചു തരുമ്പോൾ അത് ശരിക്കും ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. കിട്ടുന്ന സാധനത്തിൻ്റെ വിലയല്ല, സാധാരണ നമ്മളിപ്പോൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഡെഫിനറ്റ്ലി ഞാൻ കൂടുതലും ഗിഫ്റ്റ് കൊടുക്കാറേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഇതുപോലെ ഗിഫ്റ്റ് വാങ്ങിച്ചു തരൽ കുറവാണ്. വീട്ടിൽ എനിക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചു തരും, പക്ഷെ പുറത്തുനിന്ന് ഒരാളങ്ങനെ ഗിഫ്റ്റൊന്നും തന്നിട്ടില്ല. വീട്ടിലിപ്പം അച്ചാച്ചനായാലും മക്കളായാലും എല്ലാവരെയും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിത്തരും. ഇപ്പോൾ പുറത്തുനിന്ന് നമ്മുടെ റിലേഷനിലൊന്നും അല്ലാതെ ഒരാളൊരു ഫ്രണ്ടോ ഒരു കൊളീഗോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അങ്ങനെയൊക്കെ ഒരു ഗിഫ്റ്റ് തരുമ്പോൾ ശരിക്കും അത് ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയാണ്. അപ്പം ഇത് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കലും അത് കിട്ടുന്നതും എല്ലാം നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുത്താണ്. ഇതൊരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, ഇത് തിരിച്ചിടാവുന്നതാണ്. അകവും പുറവും തിരിച്ചും മറ്റേ രണ്ട് കളറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബാഗാണ്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എടുത്താണ്. കാരണം ഇതൊക്കെ നമുക്ക് എപ്പോഴും മെമ്മറിയിലൊക്കെ നമ്മൾ പിന്നെ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഓർക്കുമല്ലോ. അപ്പോൾ എനിവേ, താങ്ക്സ് ടു ജെനൈൻ എന്നാണ് ആ ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വീട്ടിലുള്ള കുറച്ച് വ്ളോഗ്സും അങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയണം. അങ്ങനത്തെ നമുക്ക് കുറച്ച് ഇതുപോലുള്ള എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യാം. കാണിക്കണ്ടല്ലോ സാധനമൊന്നും, അങ്ങനത്തെ മാറ്റിയാൽ പോലെ. ഇത് ഞങ്ങളുടെ വീട്ടിലെ മെത്തേഡ് അടിയിലെ അവസ്ഥകളാണ്. ഇങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിലെ മെത്തേഡ് അടിയിൽ? ഈ കവറുകളെല്ലാം ഞാൻ എൻ്റെ മെത്തക്കീട് സൂക്ഷിച്ച് സമ്പാദ്യമായിട്ട് വെച്ചിരിക്കും. ഇതൊരു സമ്പാദ്യമാണല്ലോ. കവറിന് കവർ തന്നെ വേണ്ടേ? പ്ലാസ്റ്റിക് കവറിന് പകരം കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമല്ലോ. അടുത്തോ ഇങ്ങനെ പിടിച്ചു. എറിയാനല്ല, അതപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം. ഇതിനെയും നമ്മൾ ഒരു ബോക്സ്, ഒരു ക്ലോത്ത് ഓർഗനൈസറിനകത്തോട്ട് മാറ്റണം. കാരണം ഇതിപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മെത്തയുടെ പല ഭാഗവും പല പൊക്കത്തിലായിരിക്കുന്നത്. എന്താ നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ല. അല്ല, ഞാൻ എന്നെ സമ്മതിക്കത്തില്ല. ഒരു സൈഡിൽ പൊങ്ങിയിരിക്കും, വേറെ സൈഡിൽ താണിരിക്കും മെത്ത. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഒന്നും ഒടിയത്തല്ലേ, ഇത് 25 years ഗ്യാരണ്ടി ഉണ്ട്. ഐക്യ മാട്രസ് നമ്മളിവിടെ വന്നിട്ട് എത്രയായിരുന്നു? 2013, 14, 15, 16, 17 ആണ്ടിലല്ലേ നമ്മളിവിടെ വന്നേ. നോ കാൽക്കുലസ്. ഇതിന്റെ അടിയിലുണ്ടല്ലോ ഏതാണ്ട്. ഇല്ലേ, മറ്റേത് കിട്ടിയോ? എന്റെ കുഞ്ഞു മാറ അഴുക്കാന്ന്. പുതിയ ബെഡ്ഷീറ്റ്. ഓക്കെ, താങ്ക് യു. എന്റെ പണി കഴിഞ്ഞിട്ട് അത് അടുക്കി വെക്കണം. ഇങ്ങനെ ഇതിനകത്ത് അടുക്കി വെക്കും. അടുക്കി വെക്കുന്നോണ്ട് ഇങ്ങനെ വെച്ചാ പോരെ, അല്ലാതെ ഫുള്ളായി. ഇനി അടുത്തതിനകത്ത് ഞങ്ങൾ വെക്കാൻ പോയി. ഇതിനകത്ത് വെക്കാം.
ഇല്ല ഇല്ല, അത് കാണുമ്പോൾ എടുക്കും. ഇങ്ങോട്ട് വരല്ലേ. ഫുൾ കവേഴ്സ്. ഓറഞ്ച് ഇല്ലേ നമ്മുടെ അത്രി, അത് കിട്ടിയില്ല. പല്ലി, ഇത് മത്തി, മത്തി, പിന്നെ പ്രോൺസ്, പ്രോൺസ്.